ഹലോ ഗൈസ്, രാവിലെ എഴുന്നേറ്റ് സ്നേഹ മാസ്റ്ററുമായിട്ട് ആലപ്പുഴക്ക് പോകുകയാണ്. കോമ്പറ്റീഷൻ ഡേ ആണ് ഇന്ന്. മിസ്റ്റർ ആൻഡ് മിസ്സിസ് ആലപ്പി. മുടി ശോകമാകുന്നതുകൊണ്ട് അവൾ ഹെൽമെറ്റ് വെച്ചില്ല. കോമ്പറ്റീഷൻ വെച്ച് കഴിഞ്ഞാണ് രജിസ്ട്രേഷൻ, വെയിറ്റ് കൊടുക്കൽ തുടങ്ങിയ കലാപരിപാടികളാണ് രാവിലെ. ആശാന ശിഷ്യന്മാർ നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് വെയിറ്റ് കൊടുക്കാൻ റെഡിയായി. ലേഡീസിന് വെയിറ്റ് കാറ്റഗറി ഇല്ലാത്തതുകൊണ്ട് വെയിറ്റ് കൊടുക്കേണ്ടത്രേ, ഒരു സൈൻ മാത്രം മതി. അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് എത്തി ഫുഡും കഴിച്ച് സ്നേഹ മാസ്റ്റർ ജിമ്മിലേക്ക് പോയി. അണ്ണൻ കൊണ്ട് അവളെ ജിമ്മിൽ വിട്ടിട്ട് വരയ്ക്കാനിരുന്നു. 2 ദിവസത്തിനുള്ളിൽ കൊടുക്കുന്ന ഒരു കമ്മീഷൻ വർക്കാണിത്. ഉച്ചയായപ്പോൾ കോമ്പറ്റീഷൻ കാണാൻ പോയി. ഇവിടെ എത്തിയപ്പോഴേ നമ്മുടെ ചെറുക്കൻ്റെ ഷോ നടക്കുന്നു. അവൻ അതിന് സെക്കൻഡും കിട്ടി. സ്നേഹ മാസ്റ്റർ റെഡിയാവാൻ പോകുന്നേ ഉള്ളൂ. ട്രങ്ക് നമ്പറൊക്കെ കിട്ടി. ഇതൊക്കെ കണ്ടപ്പോൾ ബോഡി ഷോ ആണോ ഫാഷൻ ഷോ ആണോ ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് അണ്ണന് സംശയമായി. എല്ലാവരും മോട്ടിവേറ്റിംഗ് ആയിരുന്നു. ദേ ഈ ഇരിക്കുന്ന കുപ്പി വരെ. എന്നിട്ട് ടാൻ അടിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ഒഫീഷ്യലി വെച്ചിട്ട് കുറെ റൂൾസ് ഒക്കെ പറഞ്ഞു. ടാൻ ഇടുന്ന രീതി, പോസ് ചെയ്യുന്ന രീതി, നടക്കേണ്ട രീതി ആൻഡ് ട്രങ്കിന്റെ ഇറക്കം മാക്സിമം കുറക്കണമെന്ന് എടുത്തെടുത്ത് പറഞ്ഞു. അങ്ങനെ ടാനൊക്കെ അടിച്ച് സെറ്റായി. അങ്കത്തട്ടിൽ ഇറങ്ങാൻ സമയമായി. അർണോ നേരം വാമപ്പം തുടങ്ങി. നമ്മൾ ഫുൾ കോൺഫിഡൻസ്. യെസ് ഗായ്സ്, ഇറ്റ്സ് ഷോ ടൈം. കോമ്പറ്റീഷൻ തുടങ്ങി. ഒരു ടെൻഷനും ഇല്ലാതെ കോൺഫിഡൻസിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള പോസിംഗ് എല്ലാം ചെയ്തു. പരിപാടി കഴിഞ്ഞു. നമുക്ക് പ്രൈസ് ഒന്നും കിട്ടിയില്ല. ബട്ട് വി വോണ്ട് ദ ഹാർട്ട്സ് ഓഫ് മെനി ഓഡിയൻസ്. അത് തന്നെ വലിയൊരു അംഗീകാരം. കപ്പടിക്കുന്ന അണ്ണന് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. നല്ല ബോഡി കണ്ടീഷനും നല്ല പോസിംഗും ഒക്കെ ആയിരുന്നു. പക്ഷേ എന്താണ് പ്രൈസ് അടിക്കാൻ ഞാൻ അറിയില്ല. ഇതിൽ മറ്റൊരു കോമഡി എന്താണെന്ന് വെച്ചാൽ സ്റ്റേജിൽ കയറുന്നതിന് മുന്നേ ഒഫീഷ്യലി ചേച്ചിമാരും എന്ന് പറഞ്ഞ റൂൾസ് പലതും തന്നെ ജഡ്ജ്മെന്റ് ചെയ്യുന്ന സമയത്ത് അവർ പാലിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, അവർ എടുത്തെടുത്ത് പറഞ്ഞ ട്രങ്കിന്റെ ഇറക്കം തന്നെ നോക്കാം. മാക്സിമം ഇറക്കം കുറക്കണമെന്നാണ് അവർ പറഞ്ഞത്. എന്നിട്ടോ ട്രങ്കിന് നീളം കൂടിയവർക്കും പ്രൈസ് കൊടുത്തു. ഒന്നെങ്കിൽ പറയുന്ന കാര്യങ്ങൾ പാലിക്കണം, അല്ലെങ്കിൽ അത് പറയാൻ നിൽക്കരുത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണോ ഇവർ പ്രൈസ് കൊടുക്കുന്നത്? എനിവേ, ഐ ആം സോ ഹാപ്പി. 1-2 ഡാൻസ് കളിക്കാനല്ലാതെ സ്നേഹ മാസ്റ്റർ സ്റ്റേജിൽ കയറുന്നത് ഞാനിതുവരെ കണ്ടിട്ടില്ല. മാത്രമല്ല സ്വീറ്റ്സ് ഒക്കെ ലൈഫിന്റെ ഒരു പാർട്ടാക്കിയിരുന്ന ഒരാൾ, ചിക്കനും മുട്ടയെന്ന് ഏത് വശത്താണെന്ന് പോലും നോക്കാത്ത ഒരാൾ, ഈ കഴിഞ്ഞ 2-3 മാസം മധുരവും വേണ്ടെന്ന് വെച്ച് പ്രോട്ടീൻ ഇൻടേക്കും കറക്റ്റ് ആക്കി ഇത്രയും ആൾക്കാർ മുമ്പ് സ്റ്റേജിൽ കയറുന്ന പെർഫോം ചെയ്തുകൊണ്ട് കണ്ടുന്നവരെ കൊണ്ട് കൈയടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ചെറിയ കാര്യമല്ലല്ലോ. ഇത് നല്ലൊരു തുടക്കം മാത്രമായിരിക്കട്ടെ. KGF അപ്പം പറഞ്ഞ പോലെ മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു. അണ ഹൈപ്പിടുന്നല്ല കേട്ടോ. തോൽവികളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പ്രയത്നിച്ചാൽ എത്തിപ്പിടിക്കാൻ കഴിയാത്തതല്ലോ വിജയം. ഓക്കെ, ഇന്നത്തെ മോട്ടിവേഷൻ ക്ലാസ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് അർണോ സ്റ്റേജിൽ കയറി. മെൻഫിസിക് കാറ്റഗറി പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോൾ മണി 6 അണ്ണനാണെങ്കിൽ തലവേദന എടുത്ത് വയ്യാണ്ടായി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലെത്തി കുളിച്ച് റെഡിയായി. മസിലളി എൻ്റെ വീട്ടിലേക്ക് പോയി. ചെക്കൻ്റെ കല്യാണമാണ് നാളെ. അണ്ണൻ ക്യാമറ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കാണുമ്പോൾ എല്ലാവരും ഓടി വിളിക്കും. പേടി. രാത്രിയായപ്പോൾ കല്യാണം വീട്ടിൽ തിരിച്ച് വീട്ടിലേക്ക് വന്ന് മാസ്റ്റർക്ക് ഒരു ഐസ്ക്രീം വാങ്ങി കൊടുത്ത് ഇന്നത്തെ ദിവസം കഴിഞ്ഞു. അപ്പോൾ ബൈ. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. സ്റ്റേ മോട്ടിവേറ്റഡ് ഗൈസ്.